ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നടന്ന 2022-23 വർഷം നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ആദ്യം തന്നെ നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കണം. പിന്നെ ഗതിവിധി ഏക്ക്, അതായത് ആക്ടിവിറ്റി 1 നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം. പിന്നെ 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരെണ്ണം സ്കിപ്പ് ചെയ്യാം. അതായത് നിങ്ങൾ ആകെ കൂടി ചെയ്യേണ്ടത് 5 ആക്ടിവിറ്റികളാണ്. ഓരോ ആക്ടിവിറ്റിക്ക് 5 മാർക്ക്, അങ്ങനെ ടോട്ടൽ 25 മാർക്കിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ആദ്യത്തെ ആക്ടിവിറ്റി ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാസേജ് ആദ്യം കുട്ടികൾ നന്നായിട്ട് വായിക്കണം. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കോൻ ബാദലോംകോ പുക്കാർത്താഹേ, ആരാണ് ബാദലിനെ വിളിക്കുന്നത്? ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസിലുണ്ട് ഗർമിയോമേ മോർ ബാദലോംകോ പുക്കാർത്താഹേ. അപ്പോൾ ആരാണ് വിളിക്കുന്നത്? മോർ, മയില്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, മോർ. അടുത്തത് മോർ ഖുഷി സേ ക്യാ കർത്താഹേ, മയില് സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യാറ്? എന്താണ്? അതും ഈ പാസേജിൽ കൊടുത്തിട്ടുണ്ട്. മോർ ഖുഷി സേ നാച്താഹേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? നാച്താഹേ എന്നുള്ളതുണ്ടോ നോക്കൂ. ഉണ്ട് അല്ലേ? ഓപ്ഷൻ എ നാച്താഹേ, അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് മോർ കബ് ബാദലോംകോ പുക്കാർത്താഹേ, മോർ എപ്പോഴാണ് മേഘങ്ങളെ വിളിക്കുന്നത്? എപ്പോഴാണ്? അതിൻ്റെ ആൻസർ നമുക്ക് പാസേജിൽ നോക്കാം. ഗർമിയോമേ മോർ ബാദലോംകോ പുക്കാർത്താഹേ, ഗർമിയോമേ ചൂട് സമയത്ത് അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഗർമിയോമേ. അടുത്തത് യഹാ മിർച്ചി കാ രംഗ് ക്യാ ബത്തായ ഗയാ ഹേ, മിർച്ചി മുളകിൻ്റെ നിറം എന്താ പറഞ്ഞത്? അപ്പോൾ നമുക്ക് നോക്കാം. മിർച്ചി എന്നുള്ള വാക്ക് എവിടെയാണുള്ളത് നോക്കൂ. ഇതാ മോർ ലാൽ മിർച്ചിയാം കാത്താഹേ. അപ്പോൾ അവിടെ ആൻസർ ലാൽ എന്നാണ് വരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ ആക്ടിവിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നില്ല. ഒരെണ്ണം കൂടിയുണ്ട്. ബച്ചെ കിസ്കെ ഭംഗോം കോ പസന്ത് കർത്തേ ഹേ, കുട്ടികൾ ആരുടെ പങ്ക് എന്ന് പറഞ്ഞാൽ തൂവൽ, ആരുടെ ചിറകാണ് ഇഷ്ടപ്പെടുന്നത്? ആൻസർ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും മയിൽപ്പീലി ഇഷ്ടമല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് മോർക്ക്. അപ്പോൾ 5 ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ആക്ടിവിറ്റി 1 സ്കിപ്പ് ചെയ്യാണ്ട് നന്നായിട്ട് എഴുതുക. എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2 സമാചാർ പഠേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഒരു സമാചാറാണ് കൊടുത്തിട്ടുള്ളത്. സമാചാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രവാർത്ത, ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ബദ്രീനാഥ് ഉത്തരാഖണ്ഡ് में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाही. അതായത് ബദ്രീനാഥ് എന്ന സ്ഥലത്തുണ്ടായ ഒരു സംഭവമാണ്. ഉത്തരാഖണ്ഡിൽ വന്ന സൈലാബ് എന്ന് പറഞ്ഞതാണ് ഒരു അവിടെയുള്ള ബദ്രീനാഥിൽ വന്ന് അമ്പലത്തിൽ വന്ന് ഫുള്ള് തകർത്തു. ഹസാരവും തീർത്ഥയാത്രി ഭൂരി തരഹ് ഫസ് ഗയേ, ആയിരക്കണക്കിന് തീർത്ഥാടകർ അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ ചോദ്യതാണ് യഹാം പ്രളയ്ക്ക് അർത്ഥക്കോ സൂചിത് കർണേവാല ശബ്ദ് കോൺസാഹേ, പ്രളയം എന്നതിന് പകരം വന്ന ഒരു വാക്ക് ഏതായിരുന്നു? അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? ആ പാസേജിൽ കൊടുത്തിട്ടുണ്ടല്ലേ, സൈലാബ്. അപ്പോൾ അവിടെ സൈലാബ് എന്നാണ് എല്ലാവരും എഴുതേണ്ടത്. അടുത്തത് പ്രാകൃതിക ദുർഘടനാവോമേ മാനവ് കാബി ഹാത്ത് ഹേ, പ്രകൃതിയിൽ വരുന്ന ഈ ദുർഘടനകളിലൊക്കെ മനുഷ്യൻ്റെ ഒരു കൈയുണ്ട് ഇല്ലേ? പ്രകൃതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. യഹ് സന്ദേശ് ദേത്തെ ഹുയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരേ, ഈ ഒരു സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷണം ചെയ്യുന്ന പോസ്റ്റർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ആ ക്വസ്റ്റ്യനിലുള്ള അതേ സെൻറ്റൻസ് എഴുതാം. പ്രകൃതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ. അതിനുശേഷം ജൂൺ 5 പര്യാവരൺ സംരക്ഷൺ ദിവസ്, പ്രകൃതി കി രക്ഷ ഹമാര സുരക്ഷ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്ററാണിത്. അടുത്തത് കവിതാംശ് പഠേ ഔർ പ്രശ്നോംക്ക് ഉത്തർ ലിഖേ, കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. ഇവിടെ ഒരു കവിതയുണ്ട്. യഹ് മുർജായാ ഹുവാ ഫൂൽ ഹേ ഇസ്കാ ഹൃദയ ദുഃഖാനാമത് സ്വയം ബിക്കർനെ വാലി ഉസ്കി പങ്കുടിയാം ബിക്കറാനാമത്ത്. നമ്മുടെ മുർജായ ഫൂലിലെ ഒരു കവിതയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കവിതാംശമേ കിസ്കാ വർണ്ണൻ ഹേ, ഈ കവിതയിൽ എന്തിനെയാണ് വർണ്ണിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് മുർജായ ഫൂൽ. അടുത്തത് കവിതാംശിക്ക ആശയ ലിഖയെ, തന്നിട്ടുള്ള കവിതയുടെ ആശയമാണ് എഴുതേണ്ടത്. അപ്പോൾ ആശയം നിങ്ങൾക്ക് എന്തായാലും നോട്ട്ബുക്കിൽ എഴുതി തന്നിട്ടുണ്ടാവും.
അത് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഈ ഒരു സെക്കൻഡ് ടൈമിൽ മൂർജായ ഫൂൽ എന്ന പാഠത്തിലേക്ക് ആശയം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 4 നന്ന ഉല്ലു പാഠഭാഗക്ക യഹ് അംശു പടേ ഔർ പ്രശ്നംക്ക് ഉത്തർ ലിഖേ. നന്ന ഉല്ലു എന്ന പാഠഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചിട്ട് നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അഗലി രാത് നന്നെ ഉല്ലുനെ അപ്പനി അമ്മാസെ പൂച്ച. പിറ്റേ ദിവസം നന്ന ഉല്ലു അമ്മയോട് ചോദിച്ചു, പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സമുദ്ര കിത്തന ഗഹരാഹേ, സമുദ്രം എത്ര ആഴമുണ്ട് അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞു ബഹുത് ഗഹര. അമ്മ ബോലി, അമ്മ പറഞ്ഞു. അപ്പോൾ വീണ്ടും കിത്തന ഗഹര, എത്രത്തോളം ആഴമുണ്ട്? നന്ന ഉല്ലുവിനെ പൂച്ച, നന്ന ഉല്ലു വീണ്ടും ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖനെ ലഗി, അപ്പോൾ അമ്മ ആകാശത്തേക്ക് നോക്കി. ലഗ്ഭഗ് ഉത്തനാ ഹി ഗഹരാ ഹേ ജിത്തന ഊഞ്ച ആസ്മാൻ ഹേ, പറയാണ് എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ഈ ആകാശത്തിന്, അത്രത്തോളം ഉയരാണ് ഈ ആകാശത്തിന്. അമ്മ ബോലി, അമ്മ പറഞ്ഞു. നന്ന ഉല്ലു ഊപ്പർ ദേഖനെ ലഗ, അങ്ങനെ നന്ന ഉല്ലു ആകാശത്തേക്ക് നോക്കി. വഹ് പൂരി രാത്ത് പേട് പർ ബൈഠാ രഹ, എന്നിട്ട് ആ രാത്രി മുഴുവനും ആ മരത്തിൻ്റെ കൊമ്പത്തിരുന്നു. ഈ ഒരു പാസേജ് ആദ്യം വായിക്കണം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നന്ന ഉല്ലു പൂരി രാത്ത് കഹാം ബൈഠ, നന്ന ഉല്ലു രാത്രി മുഴുവനും എവിടെയാണിരുന്നത്? മരത്തിലല്ലേ. അപ്പോൾ ഇവിടെ ആ പാസേജിൽ തന്നെ ഉണ്ട് ഉത്തരം, പേട് പർ. അപ്പോൾ ഇവിടെ പേട് പർ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് അമ്മ ഉല്ലു ഔർ നന്നെ ഉല്ലു കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. അമ്മ ഉല്ലുവും നന്ന ഉല്ലുവും തമ്മിലുള്ള വാർത്താലാപാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ 1, 2, 1ാമത്തെ 3ാമത്തെ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബാക്കി 1, 2, 3, 4 എണ്ണമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ആ 4 എണ്ണം നമ്മുടെ പാസേജിനകത്തുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തെ നന്ന ഉല്ലു, അമ്മ ഏക്ക് ബാത്ത് പൂച്ചും, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? പൂച്ച് എന്താണ്? പറഞ്ഞോളൂ അല്ലേ, ബത്തായിയേ. അപ്പോൾ നന്ന ഉല്ലു, അമ്മ സമുദ്ര കിത്തന ഗഹരാ ഹേ, അമ്മയെ സമുദ്രത്തിന് എത്ര ആഴമുണ്ട്? അപ്പോൾ അമ്മ ഉല്ലു എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നമുക്ക് പാസേജ് നോക്കാം. അമ്മ ഉല്ലുവിൻ്റെ ഉത്തരം നോക്കാം. സമുദ്ര കിത്തന ഗഹരാ ഹേ ചോദിച്ചു. അപ്പോൾ അമ്മ ഉല്ലു പറഞ്ഞത് ബഹുത് ഗഹര, ഇതാണ് അവിടെ എഴുതേണ്ടത്, ബഹുത് ഗഹര. അപ്പോൾ വീണ്ടും എന്താ ചോദിച്ചിട്ടുണ്ട്? നന്ന ഉല്ലു ചോദിച്ചു, അമ്മ സമുദ്ര കിത്തന ഗഹരാ ഹേ. അല്ല, വീണ്ടും ചോദിച്ചത് എന്തായിരിക്കും? അത് നമുക്ക് പാസേജിൽ തന്നെ നോക്കാം. നന്ന ഉല്ലു പൂച്ച കിത്തന ഗഹര, വീണ്ടും അല്ലേ കിത്തന ഗഹര എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളത് നോക്കി എഴുതുക. അടുത്തത് എന്താണ്? അടുത്തത് വീണ്ടും അമ്മ ഉല്ലു അതിൻ്റെ ഉത്തരം പറയണ്ടേ. അപ്പോൾ അമ്മ ഉല്ലുവിൻ്റെ ഉത്തരം നമുക്ക് പാസേജിൽ തന്നെ നോക്കിയിട്ട് എഴുതാം. ഇവിടെ നിന്ന് മുതൽ കേട്ടോ. ലഘു ബഗ് ഉത്തനാ ഹി ഗഹരാ ഹേ ജിത്തന ഊഞ്ച ആസുമാൻ ഹേ, ഇത്രയാണ് എഴുതേണ്ടത്. വളരെ ഈസിയാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. എല്ലാവരും ഇത് ചെയ്യണം. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ദോ ബായി കഹാനി ക അംശ് പടേ ഔർ പ്രശ്നംക്ക് ഉത്തർ ലിഖേ. ദോ ബായിലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ചോട്ടാ ബായി ഖാനെ ഖാനെ ഘർ ചലാ ഗയ, ചെറിയ അനിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയി. ബഡാ ബായി സോച്ചിനെ ലഗ മേരാ തോ പരിവാർ ഹേ, അപ്പോൾ ചേട്ടൻ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് പരിവാറുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്. ബച്ചേ ഹേ, കുട്ടികളുണ്ട്. വേ മേരാ ധ്യാൻ രഖ് സക്തേ, അവരെന്നെ നോക്കിക്കോളും. ലേക്കിൻ ചോട്ടാ ബായി അകേലാ ഹേ, പക്ഷേ അനിയൻ തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. ഉസേ ദേഖ്നെ വാല കോയി നഹീം ഹേ, അദ്ദേഹത്തെ നോക്കാൻ ആരുമില്ല. ഉസേ ജ്യാദ ഗേഹൂം കി സറൂരത്ത് ഹേ, അതുകൊണ്ട് ഗോതമ്പ് കൂടുതലായിട്ട് വേണ്ടത് എൻ്റെ അനിയനാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോട്ടാ ബായി ക്യോം ഘർ ചലാ ഗയാ, അനിയൻ എന്തിനാണ് വീട്ടിലേക്ക് പോയത്? എന്തിനാ പോയത്? 1ാമത്തെ സെൻറ്റൻസ് അല്ലേ. ചോട്ടാ ബായി ഖാനാ ഖാനെ ഘർ ചലാ ഗയാ, ഭക്ഷണം കഴിക്കാനാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ എല്ലാവരും അത് എഴുതുക. അടുത്തത് സങ്കേതോം കി സഹായതാസെ ബഡേ ബായി കെ വിചാരോം കോ ഡയറി കെ രൂപമേ ലിഖേ. തന്നിട്ടുള്ള ഇവിടെ അടിയിൽ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ പോയിൻറ്റ്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചേട്ടൻ്റെ ഡയറിയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എഴുതുക. അടുത്തത് ഗതിവിധി 6 ആണ്. കവിത പടേ ഔർ പ്രശ്നംക്ക് ഉത്തർ ലിഖേ. കവിത വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇതൊക്കെ ജനറലായിട്ട് വരുന്നതാണ് കേട്ടോ. 1ാമത്തെയും അവസാനത്തെയും ജനറലായിട്ട് വരുന്നതായിരിക്കും. പിന്നെ 2, 3, 4, 5 ഒക്കെ
നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു മുർഗി മാം എന്നൊരു കവിതയാണ്. മുർഗി മാം ഘർ സേ നിക്കലി ബസ്താലെ ബാസാർ ചലി ചലെ ബച്ചെ ബോലെ ചെം 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 അമ്മ ഹംബി സാത്ത് സാത്ത് ചലേം അല്ലേ, വെറുതെ ഒരു ട്യൂണിൽ ചെല്ലിയതാണേ. ഇനി നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അത് ചെയ്യാം. കവിത മേ മുർഗി മാം ഔർ എന്താ വരിക, ഉസ്കെ ബച്ചേ ഹേ ഏറ്റവും അവസാനത്തെ. അടുത്ത് മുർഗി മാം ബാസാർ ജാനെ കോ ഘർ സേ നിക്കലി പോവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നാമത്തെ. മുർഗി മാം ബസ്ത ലേക്കർ ബാസാർ ചലി. അടുത്ത് ബച്ചേ ബോലെ അപ്പോൾ കുട്ടികൾ പറഞ്ഞു കി ഹംബി സാത്ത് ചലേ. അടുത്തത് കവിതാക്കേലി ഉചിത് ശീർഷകത. ഈ തന്നിട്ടുള്ള കവിതയ്ക്ക് ഒരു ശീർഷകം കൊടുക്കണം. എന്തെഴുതാം, മൂർഖി മാം എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ആൻസർ ചെയ്തു, മൂർഖി മാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ, വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് എഴുതി എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം, ബൈ.